നമസ്കാരം. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ഭക്ഷണം കുറച്ചതോടെ ഭാരവും കുറയുന്നുണ്ടല്ലോ എന്ന ആശ്വാസത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും പലപ്പോഴും ആദ്യ തിരിച്ചടി നേരിടേണ്ടി വരിക. തുടക്കത്തിൽ വരുതിയിലായി തുടങ്ങിയെന്ന് കരുതിയ ശരീരഭാരം പിന്നീട് പിടിതരാതെയാകും. ഭക്ഷണ നിയന്ത്രണവും വ്യായാമവും എല്ലാം കടുപ്പിച്ച് മുന്നോട്ട് പോയാലും വെയിൻ സ്കെയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കൊണ്ടുവരാതെയാകുമ്പോൾ പലരും നിരാശരാകും. ശരീരഭാരം കുറയ്ക്കൽ ഉദ്ദേശിക്കുന്ന പോലെ എളുപ്പമല്ലെന്ന് തിരിച്ചറിയുന്നോടെ ശ്രമം തന്നെ ഉപേക്ഷിക്കുന്നവരും കുറവല്ല. എത്രയൊക്കെ കിണഞ്ഞു ശ്രമിച്ചിട്ടും ഭാരം കുറയുന്നില്ലെന്ന് വിലപിക്കുന്നവരാണോ നിങ്ങൾ? കലോറി നിയന്ത്രണവും ചിട്ടയായ വ്യായാമവും ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന മാറ്റങ്ങളാണ്. എന്നാൽ അമിതവണ്ണത്തെ മെരുക്കാൻ മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. അതിനായി ആദ്യഘട്ടത്തിൽ തന്നെ അമിതമായ ഭക്ഷണ നിയന്ത്രണം ഏർപ്പെടുത്തും. എന്നാൽ ഇത് ദീർഘകാലത്തേക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല. ശരീരത്തിന്റെ കൃത്യമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജത്തിന്റെ അളവ് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. പ്രായം, ശരീരഘടന, ശാരീരിക ക്ഷമത തുടങ്ങിയ നിരവധി ഘടകങ്ങളാണ് ഇതിനെ നിർണ്ണയിക്കുക. പെട്ടെന്നുള്ള അമിത നിയന്ത്രണങ്ങൾക്ക് പകരം ഘട്ടം ഘട്ടമായി വേണം കലോറിയിൽ കുറവ് വരുത്തേണ്ടത്. ഇഷ്ടഭക്ഷണവും ആവശ്യമായ പോഷകങ്ങളും ഉൾപ്പെടുത്താതെയുള്ള കലോറി നിയന്ത്രണം പെട്ടെന്ന് മടുപ്പുളവാക്കും. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പഴയ ഭക്ഷണക്രമത്തിലേക്ക് തിരികെ പോകാനും ഇതിടയാക്കും. കുറഞ്ഞു തുടങ്ങിയ ഭാരം പിന്നീട് മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവിൽ വീണ്ടും ഒരു ശ്രദ്ധ വേണം. ഭാരം കുറഞ്ഞതോടെ നിങ്ങളുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജത്തിന്റെ അളവിൽ മാറ്റം വന്നിട്ടുണ്ടാകാം. ഈ ഘട്ടത്തിൽ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുകയോ പ്രോട്ടീൻ, ഫൈബർ പോലുള്ള പോഷകങ്ങളുള്ള അളവ് കൂട്ടുകയോ ചെയ്ത് ഭക്ഷണ ക്രമീകരണം നടത്തേണ്ടതാണ്. മാസങ്ങളായി ഒരേ വ്യായാമ മുറകൾ തന്നെയാണ് നിങ്ങൾ പരിശീലിച്ചു വരുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ശരീരം അതിനോട് പൊരുത്തപ്പെട്ടിട്ടുണ്ടാകാം. ഈ അവസ്ഥയിൽ ശരീരഭാരം കുറയ്ക്കുന്നതിനേക്കാൾ ഉപരി ശരീരത്തിന്റെ ഫിറ്റ്നസ് നിലനിർത്താനാകും വ്യായാമങ്ങൾ സഹായിക്കുക. ഭാരം കുറയാതെ നിൽക്കുന്ന അവസ്ഥയിൽ ഭക്ഷണ ക്രമീകരണത്തിനൊപ്പം വ്യായാമത്തിന്റെ തീവ്രതയിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. കാർഡിയോ വർക്കൗട്ടുകൾക്ക് പുറമെ പേശികളുടെ ബലത്തിനായി സ്ട്രെങ്ത് ട്രെയിനിങ് വർക്കൗട്ടുകളും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇത് നമ്മുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു. ഏതൊരു രീതിയിലുള്ള ചലനങ്ങളും ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഗുണകരമാണ്. സ്ഥിരമായ വർക്കൗട്ടിന് പുറമെ നടക്കുന്നതും സ്റ്റെപ്പുകൾ കയറുന്നതും ഗുണം ചെയ്യും. ഇതിനായി ബോധപൂർവമായ ഇടപെടലുകൾ നടത്താം. ചെറിയ ദൂരങ്ങളിലേക്ക് വാഹനം ഒഴിവാക്കി നടന്നു പോവുക, ലിഫ്റ്റ് ഒഴിവാക്കി സ്റ്റെപ്പുകൾ കയറുക തുടങ്ങിയ മാറ്റങ്ങൾ ശരീരത്തിന് ഗുണം ചെയ്യും. കലോറിയുടെ അളവിനൊപ്പം അതിന്റെ ഗുണനിലവാരവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ കലോറിയും ഒന്നല്ല. ഒരു ലഡു കഴിക്കുമ്പോഴും ഒരു ആപ്പിൾ കഴിക്കുമ്പോഴും ലഭിക്കുന്ന കലോറിയുടെ അളവ് തുല്യമാണെങ്കിലും ഗുണനിലവാരം ഒരിക്കലും തുല്യമല്ല. കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളുടെ അളവാണ് ഈ വ്യത്യാസത്തിന് ആധാരം. ശരീരത്തിന് ലഭിക്കുന്ന ഊർജത്തിന്റെ ഉറവിടം പ്രധാനമാണ്. ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുകയും ആവശ്യമായ അളവിൽ പ്രോട്ടീൻ ലഭിക്കാതെ വരികയും ചെയ്യുന്നത് ഭാരം കുറയ്ക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തിന് തിരിച്ചടിയാകും ഉണ്ടാവുക. പ്രോട്ടീൻ ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ കൊഴുപ്പിന് പകരം മസിലുകളാവും നഷ്ടമാവുക. ഇത് ഗുണത്തെക്കാളേറെ ദോഷവും ചെയ്യും. മതിയായ അളവിൽ പ്രോട്ടീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വിശപ്പിനെ നിയന്ത്രിക്കാനും സഹായിക്കും. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കൊഴുപ്പും കൃത്യമായ അനുപാതത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ഒരു ന്യൂട്രീഷന്റെ സഹായം തേടുന്നത് അത്യാവശ്യമാണ്. വ്യായാമത്തിനൊപ്പം ശരീരത്തിന് ആവശ്യമായ വിശ്രമം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും അനിവാര്യമാണ്. ഉറക്കമില്ലായ്മയും മാനസിക സമ്മർദ്ദവും ശരീരത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ശരീരം സമ്മർദ്ദത്തിലാകുന്നത് ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്കും ഇടയാക്കും. സ്ട്രെസ് ഹോർമോണുകൾ എന്നറിയപ്പെടുന്ന കോർട്ടിസോൾ, വിശപ്പിനെയും മെറ്റബോളിസത്തെയും നിയന്ത്രിക്കുന്ന ഗ്രേലിൻ തുടങ്ങിയ ഹോർമോണുകളുടെ അളവ് ശരീരത്തിൽ ഉയരുന്നതോടെ പിന്നാലെ എത്തുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാകും. ഉയർന്ന കോർട്ടിസോൾ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന് ഇടയാക്കും, പ്രത്യേകിച്ച് അടിവയറിനു ചുറ്റും. ദിവസം 7 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഉറക്കം ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. യോഗയും പ്രഭാത നടത്തവും പോലുള്ള കാര്യങ്ങൾ ശീലമാക്കുന്നത് ഒരു പരിധിവരെ മാനസിക സമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും. സമ്മർദ്ദങ്ങൾ കുറഞ്ഞ മനസ്സും ശരീരവും നിങ്ങളുടെ ശ്രമങ്ങളോട് പോസിറ്റീവായി പ്രതികരിക്കും. ദീർഘനാളത്തെ കലോറി നിയന്ത്രണത്തിന്റെ ഫലമായി കുറഞ്ഞ ഊർജത്തിൽ പ്രവർത്തിക്കാൻ ശരീരം സജ്ജമാകും. ഇതിന്റെ ഫലമായി നമ്മുടെ ഉപാപചയ നിരക്ക് മന്ദഗതിയിലാകും. ഇതോടെ സാധാരണഗതിയിൽ കുറവ് ഭക്ഷണം കഴിച്ചാലും ശരീരഭാരത്തിൽ പ്രത്യേകിച്ച് മാറ്റമുണ്ടാകില്ല. കോർട്ടിസോളിന്റെ അളവ് കൂടുകയും ചെയ്യുന്നതോടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു. ഫലമോ ഭക്ഷണം കുറച്ചാലും ശരീരഭാരം കൂടുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ മെറ്റബോളിക് റേറ്റ് കൂട്ടാനായി കടുത്ത നിയന്ത്രണങ്ങൾക്ക് താൽക്കാലികമായി ഇടവേള നൽകാം. മനഃപൂർവ്വമായ ഇടപെടലിലൂടെ കലോറി ഉപഭോഗം വർദ്ധിപ്പിക്കണം. കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് വർദ്ധിപ്പിക്കാം. ഇതിനായി തവിട് കളയാത്ത ധാന്യങ്ങൾ, പച്ചക്കറി, പഴങ്ങൾ എന്നിവയുടെ അളവ് കൂട്ടാം. ശരീരത്തിലെ ഗ്ലൈക്കോജൻ ശേഖരം പുനഃസ്ഥാപിക്കാനും ടിൻ ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിച്ച്
മെറ്റബോളിസം ഉയർത്താനും ഈ റീഫീഡ് ദിനങ്ങൾ സഹായിക്കും. ശരീരഭാരം നിയന്ത്രിക്കാൻ ദീർഘകാലമായി കലോറി നിയന്ത്രണം പാലിക്കുന്നവർക്കുള്ളതാണ് ഈ രീതി. ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രമായിരിക്കണം ഈ രീതിയിലുള്ള ഭക്ഷണക്രമം പിന്തുടരേണ്ടതും.